ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പിന്നെ പെരുന്നാളൊക്കെ ആയതല്ലേ, അപ്പോൾ നമ്മൾ തുണികൾ എടുക്കാൻ പോയ സമയത്ത് ചുരിദാർ ബിറ്റ് കണ്ടപ്പോൾ ബിറ്റല്ല, റെഡിമെയ്ഡ് തുണി എടുത്തതാണ് കേട്ടോ ചുരിദാർ. അപ്പോൾ ഞങ്ങൾ ഈ മോൾക്കൊരു തുണി എടുത്തു, തുണി എടുത്തു, എനിക്കൊരു ചുരിദാറും എടുത്തു കേട്ടോ. അപ്പോൾ കുറഞ്ഞ പൈസക്ക് കിട്ടിയപ്പോൾ അങ്ങനെ എടുത്തപ്പോൾ നന്നായിട്ടുണ്ട് കേട്ടോ. കോട്ടനൊക്കെ നല്ല തുണിയാണ്, കാണാനും നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ പെരുന്നാളിനെന്ന് പറഞ്ഞിട്ട് എടുത്തതാണ് കേട്ടോ ചുരിദാർ. അപ്പോൾ വേറെ ഒന്നും എടുക്കണില്ല എന്ന് വെച്ചിട്ടാണ് കടയിൽ പോയത്. അപ്പോൾ അങ്ങനെ കടയിൽ നിന്ന് എന്തോ വേറെ കടയിൽ കയറിയപ്പോൾ അവിടുന്ന് മോൾക്ക് ഡ്രസ്സ് സെറ്റായില്ല. അപ്പോൾ മോൾ പറഞ്ഞു എങ്ങനെ ഫസ്റ്റ് കയറല്ലേ, എന്തെങ്കിലും എടുക്കാതെ എങ്ങനെ വരിക എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ അങ്ങോട്ട് മനസ്സോടെ എടുത്തതാണ് കേട്ടോ ചുരിദാർ. ഇത് പിന്നെ മോള് തുണിയാണ് കേട്ടോ. പിന്നെ ഇതിന് ഞങ്ങൾ ലൈനിങ്ങൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നൂലൊക്കെ പിന്നെ അവിടെ നിന്ന് തന്നെ വാങ്ങിച്ചിട്ട്, ചിലപ്പം കളർ സെറ്റ് നൂല് ചിലപ്പം കിട്ടിയിട്ടില്ലെങ്കിൽ വെച്ചിട്ട് നമ്മൾ തുണി എടുക്കുന്ന ഷോപ്പിൽ നിന്ന് തന്നെ നൂലൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മോള് ഇതിൻ്റെ ഓറഞ്ച് കളറും നീല കളറും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ തുണി. അവൾക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത് കേട്ടോ, പച്ച. പക്ഷേ എനിക്ക് നീലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞാനിത് എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്കിത് തികയൂല കേട്ടോ, വണ്ണം തികയൂല. അപ്പോൾ കൈക്കൊന്നും ഇത് പറ്റിയില്ല, തുണി വേറെ എടുക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ എടുത്തില്ല കേട്ടോ. പക്ഷെ മോള് റെഡിമെയ്ഡ് എടുത്താൽ മതി എന്ന് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. പക്ഷേ അവൾക്ക് തയ്ക്കാൻ നമുക്ക് വീട്ടിലുള്ളവർക്ക് തയ്ക്കുമ്പോൾ ഭയങ്കര ഒരു ടെൻഷനാണ് കേട്ടോ, ശരിയാവും ഇല്ലേ എന്നുള്ളൊക്കെ ഒരു ഇത്. പുറത്തത്തെ ആൾക്കാർക്ക് പിന്നെയും കുഴപ്പമില്ല എനിക്ക്. അപ്പോൾ ഇത് തയ്ക്കുമ്പോൾ ഭയങ്കര ഒരു പേടിയൊക്കെയാണ്. അപ്പോൾ ഞാൻ ആദ്യം ടോപ്പ് വെട്ടി തയ്ക്കാമെന്ന് വെച്ചിട്ട് അവളെ ടോപ്പ് ഇവിടെ നിന്ന് ഉണ്ടായിരുന്നു, അതെടുത്തിട്ട് അളവെടുത്ത് തയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവൾക്ക് തയ്ക്കുമ്പോൾ കുറച്ച് ലൂസ് ഇട്ടിട്ട് തയ്ക്കുക. എപ്പോഴും ഞാൻ തയ്ക്കുമ്പോൾ കുറച്ച് തടി ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ടൈറ്റാക്കി കഴിഞ്ഞാൽ ഭയങ്കര ടൈറ്റാവും കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറച്ച് ലൂസാക്കിയിട്ട് തന്നെ തയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വൈകുന്നേരത്തേക്ക് കുറച്ച് ചക്കയുണ്ട്, കുറച്ച് പഴമുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് 4 മണിക്ക് ചായക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ ഈ ചക്ക വന്നിട്ട് ഒരാഴ്ചയായിട്ട് നമുക്ക് അടുത്ത വീട്ടിൽ നിന്ന് തന്നതാണ്, വലിയൊരു കഷ്ണം തന്നായിരുന്നു. അപ്പോൾ മുഴുവൻ മുറിച്ചിട്ടുണ്ടെങ്കിൽ തിന്നാൻ പറ്റില്ല. അപ്പോൾ കുറച്ചെടുത്തിട്ട് ബാക്കി അങ്ങനെ ചുള പറിക്കാതെ തന്നെ കവറിലിട്ടിട്ട് അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചതാണ് കേട്ടോ. അതുകൊണ്ട് നാശമായിട്ടില്ല. അപ്പോൾ ഞങ്ങൾ കുറച്ച് തിന്നും ചെയ്തു. ബാക്കി പിന്നെ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ മാവിൽ മുക്കി പൊരിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പൊരിച്ചിട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ചക്കക്ക് മധുരം കമ്മിയായിട്ടുണ്ട്, മഴ ആയതുകൊണ്ടാണ് തോന്നുന്നത്. മധുരം കുറച്ച് കമ്മിയായിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. ചക്ക പൊരിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ ചക്ക പൊരിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചക്ക പൊരിച്ചത് മക്കൾ തിന്നില്ല കേട്ടോ. പിന്നെ അവർക്ക് എന്താ വലിയ ഇഷ്ടപ്പെട്ടില്ല, ഞാൻ തന്നെ തിന്നത് കേട്ടോ. അപ്പോൾ അത് 2-3 ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ പാൻറ്റ് കൂടി തയ്ച്ചത് നിങ്ങളെ കാണിക്കാമെന്ന് വെച്ചിട്ട് ബീറോയിൽ എടുക്കാൻ വേണ്ടി പോയപ്പോൾ കണ്ടതാണ് കേട്ടോ. മോള് തുണികളൊക്കെ നല്ല നീറ്റാക്കി മടക്കി ഒതുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാ ഡ്രസ്സും തയ്ച്ച് വെച്ച് നല്ല വൃത്തിയിൽ മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് സത്യത്തിൽ ബീറോയിൽ ഇങ്ങനെ തന്നെ തുണി വെക്കണം കേട്ടോ. കുത്തി മറിച്ചിട്ടാലൊന്നും എനിക്ക് ഇഷ്ടപ്പെടില്ല കേട്ടോ. ഒക്കെ ഒന്നാകെ ഞാൻ വലിച്ചിടും. അപ്പോൾ ഞാൻ മടക്കി വെക്കുന്ന പോലെയൊക്കെ തന്നെ നല്ല വൃത്തിയിൽ മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ചുരിദാർ ടോപ്പൊക്കെ തയ്ച്ച് പിന്നെ പാൻറ്റ് തയ്ക്കുമ്പോൾ മോള് പറഞ്ഞു സിസർ കട്ട് പാൻറ്റ് വേണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോൾ ഈ സൈഡിൽ ഇങ്ങനെ ഓപ്പൺ വരുന്ന പോലെ ഉള്ളതാണ് ഞാൻ തയ്ക്കാമെന്ന് വെച്ചിട്ട് വെട്ടിയിട്ട് സൈഡ് ഇങ്ങനെ വെട്ടാൻ നിൽക്കുമ്പോൾ ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് സൈഡ് ഓപ്പൺ ചെയ്യണ്ട, ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ മതി, സിസർ കട്ട് അങ്ങനെ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തയ്ച്ചാണ് കേട്ടോ. അപ്പം ടോപ്പൊക്കെ തയ്ച്ച് ഞാൻ ചെറിയ മോളെ കൊണ്ട് ഇടിയിപ്പിച്ചൊക്കെ നോക്കിയപ്പോൾ നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മോൾക്ക് കറക്റ്റായിട്ടുണ്ട് കേട്ടോ. വലിയവൾക്ക് ചിലപ്പോൾ കുറച്ച് ലൂസായിരിക്കും. അപ്പോൾ ലൂസാണെങ്കിൽ ഇത്തിരി പിടിച്ചാൽ മതിയല്ലോ. ടൈറ്റായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ അത് ഈ കണ്ണ് കാണാത്തടത്തൊക്കെ തുന്നയിക്കായിരിക്കേണ്ടി വരും. അത് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ തയ്ച്ചാണ് കേട്ടോ. അപ്പോൾ പെരുന്നാളിന് പോകുമ്പോൾ അത് കൊണ്ടു കൊടുക്കണം കേട്ടോ. അപ്പോൾ ടൈറ്റാക്കലൊക്കെ അവരുടെ വീട്ടിൽ മെഷീനിലുണ്ട്, അവൾ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.